Hello friends, അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കുന്ന ആളാണല്ലോ. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ച് അത്യാവശ്യം ക്യാഷ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നിങ്ങൾ ഇപ്പോൾ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോ ആയിക്കോട്ടെ, മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോ ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോ ആണെങ്കിൽ നമുക്ക് ആക്ച്വലി അതുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യം നല്ല ഡോളറിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 10,000, 30,000, 40,000 ഒക്കെ ഏൺ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ആക്ച്വലി ഫോട്ടോ കൊണ്ടുണ്ട്. അതിനായിട്ട് കൂടുതൽ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ബെസ്റ്റ് ആപ്പുകളാണ്. ആപ്പ് എന്നല്ല, രണ്ട് വെബ്സൈറ്റാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. രണ്ട് ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റാണ്. അതിൽ ഞാൻ ആക്ച്വലി ഒരെണ്ണം പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് എനിക്ക് അതിൽ പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഫുള്ള് പറയാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. എല്ലാത്തിനും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാം. രണ്ട് വെബ്സൈറ്റ് ഞാൻ പറഞ്ഞല്ലോ. ഒരെണ്ണം നമ്മുടെ ഷട്ടർ സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. നിങ്ങൾ എന്തായാലും ഫേമസ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. നിങ്ങൾ എന്തായാലും കണ്ടായിരിക്കും. അതിന് ആക്ച്വലി നമുക്കിപ്പോൾ ആപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലാണ് എനിക്ക് ആക്ച്വലി റീസെൻ്റ്ലി ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഷട്ടർ സ്റ്റോക്ക്. നമ്മൾ കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ നോർമലി ഫോട്ടോ എടുക്കാറുണ്ട്. നമ്മൾ ക്യാമറ ഫോട്ടോ ആയിക്കോട്ടെ, ഫോണിൽ ഫോട്ടോ എടുക്കുന്നതായിക്കോട്ടെ, നമ്മൾ ആക്ച്വലി ഇതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. അതിൻ്റെ നമ്മുടെ എന്താ പറയുക, നമുക്ക് ഈ സാധനത്തിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ നമ്മുടെ അതിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ റെഫറൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് സുഖമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് ഏൺ ചെയ്ത് തുടങ്ങാൻ, നിങ്ങൾക്ക് അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അത് നമ്മുടെ സ്വന്തം ഫോട്ടോ ആയിരിക്കണം. ഇവർ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യും, ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുശേഷമാണ് ഇവർ അത് പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കലോട്ടോ. അല്ലാണ്ട് ചുമ്മാ നമ്മൾ വേറെ പല ഫോട്ടോ ഒന്നും എടുത്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ആപ്പ് എന്ന് പറയുന്നത്. നമുക്ക് കാണിച്ചു തരാം. രണ്ട് ആപ്പിനെ ഞാൻ കാണിച്ചു തരാം. കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് താഴെ കാണുന്നതായിരിക്കും. കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് അതാണ് ഫസ്റ്റ് ആപ്പ്. പിന്നെ FOAP എന്ന് പറഞ്ഞൊരു ആപ്പാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത്. അത് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നില്ല നമ്മൾ, പക്ഷെ അതും അത്യാവശ്യം നല്ല ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ ആപ്പാണ്, ഷട്ടർ സ്റ്റോക്കിൻ്റെ. ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആപ്പിനൊക്കെ ഡയറക്റ്റായി കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏറ്റവും നമുക്കത് നമ്മുടെ ഫോണിൽ കൂടെ തന്നെ അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫോട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കണം. അപ്പോൾ അവർ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ ഫോട്ടോ. അതിന് ശേഷമാണ് നമുക്ക് പബ്ലിഷ് ആവുക. അതിനുശേഷം നമുക്ക് ഏണിങ്സ് വന്നു തുടങ്ങും. അപ്പോൾ ഡിപ്പെൻസ് ആണ് നമുക്ക് ഏണിങ്സ്. എനിക്കിപ്പോൾ ആക്ച്വലി ഷട്ടർ സ്റ്റോക്ക് എനിക്ക് $40 ഏണിങ്സ് വന്നിട്ടുണ്ട്. അത് ഞാൻ സ്റ്റാറ്റസും സംഭവങ്ങളും കിട്ടുന്നുണ്ടാവും, നിങ്ങൾ കണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് പേപ്പാൽ ത്രൂ ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ പേപ്പാലിൻ്റെ ഒരു അക്കൗണ്ടും ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. ഈസിയാണ്. പേപ്പാൽ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ വാലറ്റ് പോലത്തെ ഒരു സംഭവമാണ്. നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ പോയിട്ട് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ആപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പേപ്പാലിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. അപ്പോൾ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വെച്ച് നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ്, ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വെരിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ പേപ്പാൽ വഴിയാണ് നമ്മളിത് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി തന്നെ ഒരു $40 കിട്ടിയിട്ടുണ്ടായിരുന്നു. $40 എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കൺവേർഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു 40 into ഒരു 3,000 4,000 ഇടയിൽ ഗ്യാപ്പിൽ വരും. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ സ്പെഷ്യലായിട്ട് ഇതിന് വേണ്ടി എടുത്ത ഫോട്ടോ ഒന്നുമല്ല. നമ്മൾ ചുമ്മാ ഒരു ട്രിപ്പ് പോയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്ത കുറച്ച് ഫോട്ടോസ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിന് വേണ്ടി സെപ്പറേറ്റ് വേറെ പണി ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനായിട്ട് സുഖമായിട്ട് സൂപ്പറായിട്ടും അതുപോലെ തന്നെ ഇതിനായിട്ടും ഡബിളും ട്രിപ്പിളൊക്കെ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾ അത്യാവശ്യം ഫോട്ടോ എടുക്കുന്ന ആളാണ്. ഇപ്പോൾ ക്യാമറ, അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഇപ്പോൾ മൊബൈൽ ഫോൺ എടുക്കാൻ നല്ല ഇടിവെട്ട് ക്യാമറ എടുക്കുന്ന മൊബൈൽസൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ബഡ്ജറ്റുള്ള മൊബൈൽസൊക്കെ അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇപ്പോൾ വരുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ക്യാമറ വേണമെന്നുള്ള ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്ത പകുതി ഫോട്ടോസ് ഞാൻ എൻ്റെ ഫോണിലെടുത്താണ്, പകുതി എൻ്റെ ക്യാമറയിൽ എടുത്തായിരുന്നു. അതങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഏണിങ്സ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ആക്ച്വലി ഈ രണ്ട് ആപ്പ് ഞാൻ വേണമെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ ലിങ്ക് ഞാൻ അല്ലെങ്കിൽ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഷട്ടർ സ്റ്റോക്കിന് എന്തായാലും ഞാൻ ലിങ്ക് കൊടുക്കാം ഡൗൺലോഡ് ചെയ്യാനുള്ളത്. FOAP എന്ന് പറഞ്ഞ ആപ്പ് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നില്ല. പക്ഷേ അതും അത്യാവശ്യം നല്ല ഏൺ ചെയ്യാൻ കിട്ടാവുന്ന ഒരു ആപ്പ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ആമസോൺ അല്ല നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പിൾ ആപ്പിൾ സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സുഖമായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ കാണാത്തൊരു പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.